ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും അപ്പർ പെൻഗ്വിനിലേക്ക് പിന്നെയും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്റ്റഡി ടൂറായിട്ടാണ് പോകുന്നത്. ചെറിയൊരു വലിയ സ്കൂളിലാണ് പോകുന്നത്. നമ്മളിന്നൊരു മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. നമ്മളിന്ന് കുട്ടികളൊക്കെ പറഞ്ഞ് കൊമ്പൻ അധോലോകം എന്തായാലും വേണമെന്ന്. അപ്പോൾ നമ്മൾ കൊമ്പൻ അധോലോകം എടുത്ത് കുട്ടികൾ ആഗ്രഹം പറഞ്ഞ് നമ്മൾ സാധിച്ചെടുക്കണ്ടേ. അപ്പോൾ നമ്മൾ ഈ വണ്ടി ഇങ്ങനത്തെ എടുത്ത് പോവുകയാണ്. നമ്മൾ മാപ്പ് പറയുന്ന പോലെ തന്നെ ഇപ്പോൾ പോവുക. സോളോ ആണ് സ്ഥലം. സോളോ നമ്മൾ ഈ സ്കൂളിലേക്ക് പോകുന്നത്. കുട്ടികളൊക്കെ ഇവിടെ ആകാംക്ഷയിൽ നിൽക്കുകയാണ്. നമുക്ക് പോയി പിക്കപ്പ് ചെയ്യാം. എല്ലാവരും സന്തോഷത്തിലാണ്. നമുക്ക് അവരെല്ലാവരും വണ്ടിയിലേക്ക് കയറ്റാം. കൊമ്പൻ അതുപോലെ നമ്മൾ ഇന്നലെ തന്നെ വണ്ടി നല്ല വാഷ് ചെയ്ത് ക്ലീനാക്കി വെച്ചാണ്. അതുകൊണ്ട് ഇന്നലെ പെട്ടെന്ന് അവരാണ് ഇത് പറഞ്ഞത്. അപ്പം നമ്മൾ ഒന്നും നോക്കിയില്ല, ഓക്കെ എന്ന്. പിന്നെ നമ്മൾ ഇന്നലെ തന്നെ ഇറങ്ങി ഫുഡും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് വണ്ടി. പിന്നെ നല്ല ലൈറ്റൊക്കെ ഉണ്ടല്ലോ, പക്ഷെ രാത്രി അത് ഇടാൻ പറ്റുക, അപ്പോഴല്ല രസം. പക്ഷെ രാവിലെ ഇട്ടാൽ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പാട്ട് മാത്രമേ ഇട്ടുള്ളൂ. കുട്ടികളൊക്കെ എന്നാലും നല്ല ഹാപ്പിയാണ്, നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ മാപ്പ് പറയുന്ന പോലെ തന്നെ നേരെ പോവുക. ഇതൊരു ചെറിയ സ്കൂൾ ട്രിപ്പാണ്. ആദ്യം പറഞ്ഞില്ലേ, കുറച്ച് നമുക്ക് പ്രോഫിറ്റൊക്കെ കിട്ടുള്ളൂ. അത് ഇങ്ങനെ തന്നെ. പിന്നെ ഇവിടെ നമുക്ക് ലെഫ്റ്റ് എടുക്കുന്നുണ്ട്. ഇവരെന്തോ ഒരു മ്യൂസിയമാണ് പറഞ്ഞത്, നമുക്കത് ഓർമ്മയില്ല. പിന്നെ ഇൻറ്റീരിയർ നമ്മൾ ഇന്നലെ തന്നെ നല്ല ക്ലീനാക്കി വെച്ചത്. നമ്മൾ ഈ ബസ് എടുത്തത് ലാസ്റ്റ് വീക്കാണ്. നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുത്തത്. നല്ല BMR ബോഡിയുള്ള ഒരു ബസ്സാണ്. നല്ലൊരു സെക്കൻഡ് ഹാൻഡ് ബസ്സാണ്. നല്ല ഡീസൽ എൻജിൻ, നല്ല മൈലേജൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നേരെ പവറും ടോർക്കൊക്കെ പോവുകയാണെങ്കിൽ നല്ല പവറാണ്. നമ്മൾ ഇൻജിനൊക്കെ നല്ല മോഡിഫൈ ചെയ്ത് പോവുകയാണ്. പിന്നെ നമ്മൾ പോകുന്നത് ഹൈവേയിലാണ്. നല്ല കാറ്റൊക്കെ ഉള്ള ഹൈവേ. ഇവിടെ നമ്മൾ ഫ്രണ്ട് ഗ്ലാസ് നമ്മൾ കൂൾ ഫിലിം ഒട്ടിച്ചതാണ്. അതാണ് നമ്മളധികം വെളിച്ചമൊന്നും കിട്ടാത്തത്. പിന്നെ ഇപ്പോൾ വരുന്ന വഴിക്ക് കുറച്ച് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഡിമ്മടിച്ച് കൊടുക്കുമ്പോൾ ഓരോരുത്തർ മാറും, ഹോൺ അടിച്ച് കൊടുക്കുമ്പോൾ മാറും. അങ്ങനെയാണ്. ചില ആൾക്കാർ തീരെ മാറൂല, അങ്ങനത്തെ ആൾക്കാരെ. പിന്നെ ഹൈവേയിൽ നമ്മളൊന്നും നോക്കിയില്ല, പറന്ന് വിട്ട്. സ്കൂൾക്കാർ പറഞ്ഞല്ലോ നേരത്തെ ഇട്ടണം, രാത്രി ലേറ്റ് ആവാൻ പറ്റൂല. അപ്പം നമ്മൾ വേഗം എത്തിക്കാൻ ശ്രമിച്ചു. നമ്മൾ ലൈൻ ചേഞ്ച് ആക്കുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടണമല്ലോ, അതാണല്ലോ അതിൻ്റെ റൂള്. പിന്നെ നമ്മൾ 145, 143, 147 ചില സമയത്ത് പോവുക. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ചിലവരിങ്ങനെ ഡിമ്മടിച്ച് ഹോൺ അടിച്ചാലേ മാറുള്ളൂ, അതാണ് ചിലവരെ പ്രശ്നം. പിന്നെ ഞങ്ങൾ ഈ റൂട്ട് തന്നെ പിടിച്ച് മാപ്പ് പറയുന്ന പോലെ പോവുക. അങ്ങനെ നമുക്ക് കുറച്ചും കൂടി പോയാൽ നമ്മളെ സ്ഥലത്ത് എത്തുന്ന ഇവർ ലൊക്കേഷൻ അയച്ചു തന്നപ്പോൾ നല്ല സ്ഥലമാണെന്ന് കണ്ടത്. ഒരു നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. പിന്നെ നമ്മൾ ഈ റൂട്ട് തന്നെ വെച്ച് പിടിക്കുകയാണെങ്കിൽ പോവുക. പിന്നെ ഒരു ലെഫ്റ്റാണ് വരിക. പിന്നെ നമ്മൾ ആ ലെഫ്റ്റ് എടുത്തിട്ടാണ് പോകണം. പിന്നെ ഞങ്ങൾ പ്രൊഫഷണൽ ഡ്രൈവറാണല്ലോ, തട്ടാതെയൊക്കെ ഓട്ടിക്കുക. പിന്നെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നമ്മൾ പിന്നെ ഈ ലെഫ്റ്റ് എടുക്കുന്നുണ്ട്. കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. റൂട്ട് ടു 1K ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. പിന്നെ എല്ലാവർക്കും സുഖമാണല്ലോ. ഞങ്ങളിത് ഇവിടെ എത്തി. ഇവിടെ ഒരു എൻട്രൻസ് ആണ്. അപ്പുറത്തൊരു ലേക്കൊക്കെ ഉണ്ട്. നമ്മൾ ഈ റൂട്ട് ഇങ്ങനെ പോയാൽ സ്ഥലം എത്തി. എന്തായാലും നമുക്കിത് ഇവിടെ പാർക്ക് ചെയ്യാം. കുട്ടികളൊക്കെ ഡ്രോപ്പ് ചെയ്യണ്ടേ. നമ്മളിതെവിടെ ഡ്രോപ്പാക്കി. ഇവിടെ കുട്ടികളൊക്കെ ഇറങ്ങുന്നുണ്ട്. ചില ടീച്ചേഴ്സൊക്കെ നല്ല വയസ്സായ ടീച്ചേഴ്സാണ്. പിന്നെ നമ്മൾ വന്നിട്ട് ഇറങ്ങാൻ നോക്കുക. പിന്നെ ഇവരൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റുക. പിന്നെ നമ്മളങ്ങോട്ട് ഇറങ്ങി. നമ്മൾ പിന്നെ ഇറങ്ങി. പിന്നെ വണ്ടി പിന്നെ നല്ല സെറ്റായിരിക്കണം. അവന് നല്ല സെൽഫിയൊക്കെ എടുത്ത്. ഓരോ കൂടെ പോകാൻ പറ്റില്ലല്ലോ, ടിക്കറ്റൊക്കെ
കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ സെൽഫി എടുത്ത് അപ്പോൾ നമ്മൾ ചെറിയ ബ്ലോഗാണ്. എല്ലാവർക്കും ബൈ.